നമസ്കാരം. പൂഞ്ഞാർ എംഎൽഎക്കെതിരെ ബി.ജെ.പി നേതാവ് ഷോൺ ജോർജിന്റെ വെല്ലുവിളി. അവസാനം സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നമ്മുടെ പി.സി. ജോർജിനെ അടിച്ച് മാളത്തിൽ കയറ്റിയതുപോലെ തന്നെ മകനെയും അടിച്ച് മാളത്തിൽ കയറ്റിയിട്ടുണ്ട്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഒരു റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കവെയാണ് പി.സി. ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ഇങ്ങനെ പറഞ്ഞത്. റോഡ് 20 ദിവസത്തിനുള്ളിൽ നന്നാക്കിയില്ലെങ്കിൽ എം.എൽ.എ പൂഞ്ഞാറിൽ കാലുകുത്തില്ല എന്നതായിരുന്നു വെല്ലുവിളി. ഇപ്പൊ അതിന് മറുപടിയുമായി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം.എൽ.എ രംഗത്ത് വന്നിരിക്കുകയാണ്. മകന് മാത്രമല്ല അപ്പനും നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പി.സി. ജോർജിനെ അതിദാരുണമായി തോൽപ്പിച്ച ജനകീയനായ ഒരു എം.എൽ.എ ആണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. അദ്ദേഹം ഇപ്പോൾ പൂഞ്ഞാറിനെ വികസന തേരിൽ എത്തിച്ചുകൊണ്ട് പൂഞ്ഞാറിനെ ഒരു വികസന മണ്ഡലമാക്കി മാറ്റുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഇപ്പതാ ഷോൺ ജോർജ് പല നമ്പറുമൊക്കെയായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് 3 റൗണ്ട് എണ്ണിയപ്പോൾ തന്നെ പി.സി. ജോർജിന്റെ അവസ്ഥ എല്ലാവരും കണ്ടതാണ്. പി.സി. ജോർജിന്റെ പരാജയം നമ്മൾ ഉറപ്പിച്ചതാണ്. ഇനിയിപ്പോ ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഷോൺ ജോർജ് പുതിയ കുറെ തന്ത്രങ്ങളായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ബി.ജെ.പി 2026 കേരളം പിടിക്കുമെന്നോ, കേരളം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ മലമറയ്ക്കുമെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ആർക്കും സ്വപ്നം കാണാനുള്ള അവകാശമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ഈ വടി കൊടുത്ത് അടിമേടിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഷോൺ ജോർജ് അങ്ങനെ വടി കൊടുത്തു. അദ്ദേഹം വീഡിയോയിലൂടെ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട്. ഒപ്പം പി.സി. ജോർജിനും നല്ല രീതിയിൽ നല്ല കണക്കിന് ചിലതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ 19 തീയതി വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഞാൻ UAE അബുദാബി, ദുബായ് എന്നീ സ്ഥലങ്ങളിലേക്കൊന്ന് പോയിരിക്കുകയായിരുന്നു. വേൾഡ് മലയാളി കൗൺസിൽ എന്ന പ്രവാസി സംഘടനയുടെ ഒരു പരിപാടിയിലും അതേപോലെ തന്നെ UAE ഇരാറ്റുപേട്ട അസോസിയേഷന്റെ പരിപാടിയിലും മീനച്ചിൽ റിവർ വാലി എന്ന നമ്മുടെ നാട്ടുകാരുടെ ഒരു ലയൺസ് ക്ലബിന്റെ പരിപാടിയിലും പ്രവാസി കേരള കോൺഗ്രസ് എമ്മിന്റെ പരിപാടിയിലും മറ്റും പങ്കെടുക്കുന്നതിന് അവരുടെയൊക്കെ ക്ഷണപ്രകാരം പോയിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയാണ് തിരികെ എത്തിയത്. ഇതിനിടയിൽ പ്രിയപ്പെട്ട ഷോൺ ജോർജ് എനിക്കെതിരെ ഭീഷണിയും വെല്ലുവിളിയും ഒക്കെ ഉയർത്തിയതായിട്ട് അറിഞ്ഞു. ഷോൺ ജോർജിനോട് എനിക്ക് പറയാനുള്ളത്, ഷോൺ ജോർജിന്റെ അപ്പനുണ്ടല്ലോ, സാക്ഷാൽ പി.സി. ജോർജ്, അദ്ദേഹം സംവാദത്തിനും തെരഞ്ഞെടുപ്പിനും ഒക്കെ എന്നെ നേരിട്ടപ്പോ വാലി ചുരുട്ടിക്കൊണ്ട് പോയിട്ടുള്ള ചരിത്രം ഷോൺ ജോർജിന് അറിയാമല്ലോ. അതുകൊണ്ട് എന്നെ വെല്ലുവിളിക്കാനും വരട്ടാനും ഒന്നും ഷോൺ ജോർജ് ആയിട്ടില്ല. ഞാൻ ആദ്യം ജനപ്രതിനിധിയാകുമ്പോൾ ഷോൺ ജോർജ് വള്ളിനിക്കറിട്ടുകൊണ്ട് നടക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് എന്നെ വികസനവും ജനപ്രതിനിധിയായിട്ടുള്ള പ്രവർത്തനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കാറും ആയിട്ടില്ല. ഷോൺ ജോർജിന്റെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ട. പിന്നെ പൂഞ്ഞാർ തെക്കേക്കരയിൽ കാല് കുത്തിക്കുകയല്ല, വിവരം അറിയും. അതൊക്കെ അങ്ങ് പ്ലാത്തോട്ടത്തിൽ വെച്ചാൽ മതി. പൂഞ്ഞാർ തെക്കേക്കര മാത്രമല്ല, പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും വീടിന്റെ മുന്നക്കൂടെ കിടക്കുന്ന ഈരാറ്റുപേട്ട ചേന്നാട് റോഡേക്കൂടെ തന്നെ വരും. വിവരം അറിയിക്കാനൊന്ന് വാ. ചേന്നാട് കവല് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിലൊന്ന് ഇറങ്ങി നിൽക്കാൻ തന്റെ ഇടമില്ലാത്ത ഷോൺ ജോർജ് ആണോ എന്നെ പേടിപ്പിക്കാൻ വരുന്നത്? 2014 മെയ് 16-ാം തീയതി നിങ്ങൾ മറക്കാനിടയില്ലല്ലോ, ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് പോലീസും നാട്ടുകാരും എല്ലാം കൂടെ എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി മാസങ്ങളോളം ആശുപത്രി കിടന്നും തുരുമ്പ് ചികിത്സയും നടത്തി നേരെ നിൽക്കാറായത്. ഇപ്പൊ 10 വർഷം കഴിഞ്ഞുകൊണ്ട് അതിന്റെ ക്ഷീണമൊക്കെ ഇപ്പം അല്പം മാറിയതുകൊണ്ടായിരിക്കും ഇപ്പം വീണ്ടും വെല്ലുവിളിയും ഗോഗ്വായുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ. പിന്നെ വികസന കാര്യത്തിൽ ഇതെല്ലാം പി.സി. ജോർജ് കൊണ്ടുവന്നതാണ്. 25 വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ടല്ലേ റീടാർ ചെയ്തത്. അതുപോലെ തന്നെ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് 140 PWD റോഡുണ്ട്. ഈ റോഡിൽ 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നന്നായി ട്രാഫിക്കബിളായ ഗതാഗതയോഗ്യമായ ഒരു 10 റോഡിന്റെ പേരെന്ന് പറയാമോ? എന്നാൽ ഇന്ന് ചുരുക്കം 4-5 റോഡ് ഒഴികെ ഏതാണ്ട് എല്ലാ റോഡും മികച്ച നിലയിൽ PWD റോഡ് റീടാർ ചെയ്തു. 12 പുതിയ BMBC റോഡാ പൂഞ്ഞാറിലുണ്ടായിരിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ എല്ലാം പേര് പറയാൻ മെനക്കെടുന്നില്ല. അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളും
പിന്നെ PC ജോർജ് ഇവിടെ മുഴുവൻ വികസനം കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ വാക്കേ അതിന് പറയാനുള്ളൂ, ലേശം ഉളുപ്പ്. ഒരു കാര്യം ചെയ്യേ, നമുക്കൊരു പരസ്യ സംവാദം നിങ്ങളുമായിട്ടല്ല, നിങ്ങളുടെ അപ്പനുമായിട്ട് നടത്തിയേക്കാം. 30 കൊല്ലത്തെ അല്ല 40 കൊല്ലത്തെ വികസനവും 4 കൊല്ലത്തെ വികസനവും നമുക്ക് ഒരു പരസ്യ സംവാദം നടത്തിയേക്കാം. പൂഞ്ഞാർ നിയമത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും നടത്തിയേക്കാം. പൂഞ്ഞാർ തെക്കേക്കര തന്നെ ആയേക്കാം. ഡേറ്റും സമയം അറിയിച്ചു. വെറുതെ വെല്ലുവിളിയും വാഗ്വാദവും ഒന്നും ഷോൺ ജോർജ് എന്നോട് വേണ്ട കേട്ടോ. അതൊക്കെ ചെലവാകുന്നിടത്ത് മതി. തെരഞ്ഞെടുപ്പിന്റെ ഷോ ഓഫിന് വേണ്ടി ആളാകാനും ഒക്കെ ഉള്ള ശ്രമമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഇനി നിങ്ങൾ പറഞ്ഞ ഒരു വിഷയമുണ്ടല്ലോ, വെട്ടിപ്പറമ്പ് റോഡ്, അതുകൂടി ജനങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാം. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും മറ്റ് 9 പഞ്ചായത്തുകളിലും ജലജീവൻ മിഷന്റെ പദ്ധതി നല്ല ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പൈപ്പിടാൻ റോഡ് പൊളിച്ചിട്ടുണ്ട്. പൊളിച്ചത് പരമാവധി നന്നാക്കിയിട്ടുമുണ്ട്. അതുപോലെ അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെന്നൊക്കെ പറഞ്ഞല്ലോ. ശരിയാ, നിങ്ങൾ പറഞ്ഞ പോലെ 60-40 അല്ല, 50-50. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ജലജീവൻ മിഷന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരുന്നില്ല. നിയമസഭയിൽ റോഷി അഗസ്റ്റിൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിയാൽ കേൾക്കാം. ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് വെക്കുന്ന വിഹിതം കൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഓരോ മുടന്തൻ ന്യായം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് തരാതിരിക്കുക, തരണ്ടേ 50% പോലും. അപ്പോൾ അതിന്റെ ഭാഗമായി പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലും പാലാ നിയോജക മണ്ഡലത്തിലെ തലനാടും ഇത്രയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്, അതായത് തീക്കോയി, തെടനാട്, പൂഞ്ഞാർ തെക്കേക്കര, കൂട്ടിക്കൽ, പിന്നെ തലനാട്, ഈരാറ്റുപേട്ട, നരസിംഹ, ഇത്രയും പ്രദേശങ്ങളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓവർഹെഡ് ടാങ്ക് വെട്ടിപ്പറമ്പിലാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പണി ഏതാണ്ട് 12-15 ആയി. 25 ലക്ഷം ലിറ്റർ സംഭരിക്കാൻ പറ്റുന്ന ടാങ്കാണ്. അതുകൊണ്ട് തന്നെ ആ ടാങ്കിൽ നിന്ന് വേണം വെള്ളം എല്ലാ പഞ്ചായത്തിലേക്കും കൊണ്ടുപോകാൻ എന്നുള്ളത് കൊണ്ട് മറ്റു റോഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നീലൂരെ ശുദ്ധീകരണശാലയിൽ നിന്നും, അതായത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഈ മുഴുവൻ വെള്ളവും കൊണ്ടിരുന്ന 700 mm വ്യാസമുള്ള പൈപ്പ് ഉൾപ്പെടെ 6 പൈപ്പുകൾ ആ റോഡിൽ കൂടെ ഇടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ പൈപ്പുകൾ, ഇത്രയേറെ പൈപ്പുകൾ മറ്റൊരു റോഡിലും പൂഞ്ഞാർ നിയമത്തിൽ ഇടേണ്ടി വന്നില്ല. കാരണം വെട്ടിപ്പറമ്പിലാണ് ഈ ഓവർഹെഡ് ടാങ്ക് 25 ലക്ഷത്തിന് ഏറ്റവും പ്രധാന ടാങ്ക്. മറ്റു ചെറിയൊരു ടാങ്കുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. അത് വെട്ടിപ്പൊളിച്ചതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആ ജനങ്ങളുടെ ദുരിതം മാറ്റാനായിട്ട് ബാധ്യസ്ഥനായ ജനപ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കഴിഞ്ഞ 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി മുണ്ടക്കയം TVയിൽ രാവിലെ 10:30 PWD ഉദ്യോഗസ്ഥരുടെയും ജലജീവൻ മിഷൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും യോഗം ഞാൻ വിളിച്ചുകൂട്ടി. ഇതിനുള്ള മിൻസുള്ള വിളിച്ചുകൂട്ടിയിട്ട് അവിടെ വെച്ച് പരമാവധി 1 മാസത്തിനുള്ളിൽ, അതായത് 1 മാസം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 11-ന് യോഗം കൂടി, ഒക്ടോബർ 10-ന് ഈ ഇത് റീടാർജ് ചെയ്ത് പൈപ്പിടിയിൽ ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് പൈപ്പ് കൂടെ വാട്ടർ ഇടാനുള്ളൂ. അത് കണക്ഷൻ കൊടുക്കാനുള്ള പൈപ്പുകളൊക്കെ ആ ഭാഗത്ത് കണക്ഷൻ കൊടുക്കാനുള്ള വെട്ടിപ്പറമ്പിൽ അത് പിന്നീട് ഇട്ടാൽ മതി. പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതോടുകൂടി ഇട്ടാൽ മതി. ഇപ്പൊ റോഡിന്റെ ദുരിതം മാറ്റിയാണ് ആവശ്യം. അതുകൊണ്ട് 1 മാസത്തിനാണ് റോഡ് റീടാർ ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് ഞാൻ നിർദ്ദേശം കൊടുക്കുകയും കരാറുകാരനെയും നിർദ്ദേശം കൊടുത്ത് കരാറുകാരന്റെ പ്രതിനിധി ആ യോഗത്തിൽ പങ്കെടുത്തു. ഈ വിവരം അറിഞ്ഞതിന് ശേഷം 1 മാസത്തിനകം റോഡ് നന്നാക്കും. അതുകൊണ്ട് ആ റോഡ് നന്നാക്കുന്നത് ഞാൻ സമരം നടത്തിയിട്ടല്ല, ഞാൻ വെല്ലുവിളിച്ചിട്ടാണ്, ഞാൻ പേടിപ്പിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകം ഷോൺ ജോർജ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഉള്ള ആളുകളാണ് പൂഞ്ഞാറ്റിലെ ജനങ്ങൾ. അത് 2021 തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് അത്തരം വെല്ലുവിളിയും ഗോഗ്വായും ഒന്നും ഇങ്ങോട്ട് വേണ്ട. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി. അതുകൊണ്ട് പൂഞ്ഞാറ്റിലെ വികസനം എങ്ങനെ നടത്തണമെന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA എന്നുള്ള നിലയിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA എന്നുള്ള നിലയിൽ, സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷി MLA എന്നുള്ള നിലയിൽ എനിക്കറിയാം. അത് ഇന്നലകളിൽ നന്നായി ചെയ്തിട്ടുണ്ട്, നാളെയും ചെയ്യും. പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വെല്ലുവിളിയും ഗോഗ്വായും ഒക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് വിനയപൂർവ്വം എൻ്റെ ഇളയ സഹോദരന്റെ പ്രായം മാത്രമുള്ള പ്രിയപ്പെട്ട ഷോൺ ജോർജിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി.